Sarai, good morning. Teacher, good morning. Good morning. Good morning, Good morning, sir. Amdan. Good morning. Good morning, Parishik. ടീച്ചർ ഇന്ന് അറ്റൻഡൻസ് വളരെ കുറവാണല്ലോ. എനിക്ക് പിള്ളേര് വീട്ടിൽ പോയിട്ടുണ്ടോന്ന് സംശയമുണ്ട് സാറേ, ഹോസ്റ്റൽ പിള്ളേര്. ഓക്കെ. അതുകൊണ്ടായിരിക്കും. ഒരാളെ പോലും എനിക്ക് കാണാനില്ല, എനിക്ക് എന്നെ മാത്രമേ കാണാനുള്ളൂ. ജിഷ്ണു, താങ്ക് യുടാ. നിനക്ക് തന്ന 2 അസൈൻമെന്റുകളുടെ സൊല്യൂഷൻ കിട്ടിയില്ലടാ. നിന്റെ പ്രൈസ് മണി തരാട്ടോ, കഴിഞ്ഞ അടുത്ത ദിവസം തരാം, വന്നിട്ട് തരാം കേട്ടോ. വിട്ടുപോണതാ, മറന്നുപോയതാ. പാർവതി ഉണ്ട്, പാർവതി രഞ്ജിത്തും ഉണ്ട്. നമ്മുടെ ഹോസ്റ്റലിലുള്ള കുട്ടികളെല്ലാം എഴുന്നേറ്റിട്ടുണ്ടോടാ? എനിക്ക് ഹോസ്റ്റലിൽ ഒരു 4-5 പേര് ഇരിക്കുന്നത് കാണാനുണ്ട്, ഗേൾസ് ഹോസ്റ്റൽ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാം, ചേട്ടാ. Yes, sir. ഇതാണ് വീഡിയോ, കാണാനുണ്ടോ? सुबह 4:30 बजे। रुक जाना नहीं तू कहीं हार के, कांटों पे चल के सुबह 5 बजे। रुक जाना नहीं तू कहीं हार के, कांटों पे चल के मिलेंगे साए बहार के। ओ राही 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 ओ राही। सुबह 6:45 बजे। വീഡിയോ കണ്ടോ? എടാ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയടാ. Yes, sir. എത്ര മണിക്കാണ് അവിടെ എക്സാം സ്റ്റാർട്ട് ആയത് കണ്ടോ? 4:30. ഇപ്പോഴും അതായത് ബെഡിൽ കിടന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കേരളത്തിലെ മെജോറിറ്റി കുട്ടികളും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ബെഡിൽ കിടന്നിട്ടാണ്. അതുകൊണ്ട് കേരളത്തിലെ പിള്ളേർ വീഡിയോ ഓണാക്കൂല, എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടൂല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന ആള് കുറ്റക്കാരനായി മാറും. ഇതും ഇന്ത്യയാണ്. നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ട് മാത്രമല്ല, നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് ഗ്ലോബലിയാണ്. ഗ്ലോബൽ, മനസ്സിലായോ? വേൾഡ് വൈഡ് ആയിട്ടാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പരീക്ഷകളൊന്നും റീജിയണൽ എക്സാമുകളല്ല, എല്ലാം ഓൾ ഇന്ത്യ ലെവലിലും വേൾഡ് വൈഡ് ലെവലിലും നടക്കുന്ന എക്സാമുകളാണ്. അവരുമായിട്ടാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 മണിക്ക് എഴുന്നേറ്റാലല്ലേ ആ പിള്ളേർക്ക് 4:30 അവിടെ ഓഫീസിൽ എത്താൻ പറ്റുള്ളൂ. 4:30 വന്നാലല്ലേ 5 മണിക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഇത് അവിടുത്തെ ഒരു അത്ര വലിയൊരു സ്ഥാപനമൊന്നുമല്ല CLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാജസ്ഥാനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ, ഡൽഹി പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ഹൈദരാബാദ് പോയാൽ, വിജയവാഡയിൽ പോയാൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇങ്ങനെ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന കുട്ടികളുമായി രാവിലെ എഴുന്നേൽക്കാൻ പോലും കഴിവില്ലാത്ത കുട്ടികൾ എങ്ങനെ വിൻ ചെയ്യും? എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ വിൻ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് പറയുന്നതാണ്, അറ്റ്ലീസ്റ്റ് രാവിലെ വന്ന് ഒന്ന് ആക്റ്റീവ്ലി ഇൻവോൾവ് ആയി വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. എനിക്ക് നിങ്ങളെ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല, മനസ്സിലായോ? നിങ്ങളായി നിങ്ങളുടെ പാടായി +2 കഴിഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് വായ പൊളിച്ച് താറേ ഞാൻ ഇതാണ് എന്ന് പറയാൻ കഴിയാത്ത കുട്ടികളെ എങ്ങനെ ഫ്യൂച്ചറിൽ പെർഫോമേഴ്സായിട്ട് മാറും? സൗമ്യ ടീച്ചറിന് വല്ലതും പറയണ്ട? എന്ത് പറയാനാ സാറേ, അവരെത്ര പറഞ്ഞാലും വീഡിയോ ഓൺ ചെയ്യില്ല, സംസാരിക്കുകയില്ല. എന്റെ ക്ലാസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സാറേ. ഇതിന്റെ റീസൺ എന്താണെന്ന് എത്ര അനലൈസ് ചെയ്തിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പാർവതി മനോജിനോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പേടി കൊണ്ടാണ്, പെട്ടെന്ന് എന്നോട് തന്നെ ചോദിക്കുമെന്നുള്ള പേടി കൊണ്ടാണ്. വീഡിയോ ഓണാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അത്രയും ചോദിക്കില്ലല്ലോ എന്നുള്ള ആംഗിളാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻകൗണ്ടർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിന്റെ കൂടെ മാത്രമല്ലല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു സിൻസിയർ ആയിട്ടുള്ള നിർദ്ദേശമാണ്, കഴിയുമെങ്കിൽ വീഡിയോ ഓണാക്കുക എല്ലാവരും, കേട്ടില്ലേ? അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ കണ്ടുപിടിക്കും, കേട്ടില്ലേ? എനിക്കിപ്പോൾ നിങ്ങൾ വീഡിയോ ആണ്, ഇത് നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയും കൊണ്ടുപോയി വിറ്റ് പൈസ ഒന്നും ആക്കാൻ ആരും പോകില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും അവൈലബിളാണ്.
അതൊന്നുമല്ല പ്രശ്നം. ഇത് മടിയാണ്, ലേസിനെസ്, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള തോന്നൽ. എന്തായാലും 5 മണിക്ക് നമ്മൾ എക്സാം തുടങ്ങുകയാണെങ്കിൽ, ഓഫ്ലൈൻ എക്സാം തുടങ്ങുകയാണെങ്കിൽ 5 മണി തൊട്ട് ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കുട്ടികൾ ഒന്ന് കൈവന്തിക്കാമോ? ഹംദാൻ സല റെഡിയാണ്, ജിഷ്ണു റെഡിയാണ്, പാർവതി മനോജ് റെഡിയാണ്, പാർവതി രഞ്ജിത്ത് റെഡിയാണ്, ദിയ സെറൻ റെഡിയാണ്, ദേവപ്രഭ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ കൾച്ചർ ബിൽഡ് ചെയ്യും. രാവിലെ 5 മണിക്ക് തുടങ്ങും എക്സാം. രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങുക, ഒരു 10-11 മണി നമ്മളേക്ക് ഉറങ്ങുക. എന്നിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ഒന്ന് അങ്ങനെ പിടച്ചു നോക്ക്. ഞാനൊരു വോയിസ് ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാം. കാരണം ഇപ്പം ഇത് ക്ലാസ് മാത്രമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. സാർ എന്തിനാ ഇപ്പം സമയം കളയുന്നു? പക്ഷെ സമയം കളഞ്ഞിട്ടേ കാര്യമുള്ളൂ. എനിക്ക് മിഥുൻ സാർ അയച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതുകൂടെ ഞാൻ കേൾപ്പിച്ചുതരാം. സാറിൻ്റെ പഠിക്കുന്ന കാലത്ത് സാർ ചെയ്തിരുന്ന ആക്ടിവിറ്റി, സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റി. ഇതിന് മാത്യു നേരം വെളുത്തോടാ. എടാ, ഞാൻ ഈ വയസ്സായ കാലത്ത്, എനിക്ക് 40-45 വയസ്സായി. ഞാൻ രാവിലെ എഴുന്നേറ്റുണ്ട്, കുളിച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചായ കുടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ക്ലാസ് വന്നിട്ട് ചെയ്യുന്നത്. ഞാൻ ഫുൾ ഡ്രസ്ഡ് ആണ്, മനസ്സിലായ? അതായത് ഞാൻ ക്ലാസ്സിന് പോകാൻ റെഡി ആയിട്ടായിരിക്കുന്നത്, മനസ്സിലായ? ഇൻസൈഡറൊക്കെ ചെയ്തിട്ടുണ്ടില്ലേ? അല്ലാതെ ഞാൻ ഉറങ്ങിനീറ്റ് വന്ന് കിടക്കേന്ന് വന്ന് കയറിയിരിക്കണല്ല ഇവിടെ, മനസ്സിലായ? ആറരയ്ക്ക് എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്, 6:45 ഓഫ്ലൈൻ ക്ലാസ്. നിങ്ങൾക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് പറയണം, വീണ്ടും പറയണം, നിങ്ങൾ വീഡിയോ ഓൺ ആക്കി ക്ലാസ് ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്ക്. നിങ്ങൾ ഈ വർഷം അടിപൊളി റാങ്കും മേടിച്ച് പോകും. ഇത് ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. എനിക്ക് ഇത്രേ പറ്റൂ, വേണമെങ്കിൽ മതിയുടെ എൻ്റെ ക്ലാസ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതും, സാറേ എനിക്ക് ഇനി കൂടുതൽ വേണം സാറേ, എനിക്കിങ്ങനെ പഠിക്കണം സാറേ, അങ്ങനെ ഇരിക്കുന്ന രണ്ടും രണ്ടാണ്. ഇന്നലെ NSC JS പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, കേരളത്തിലെ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് വളരെ ലിമിറ്റഡ്. ആകെ 2 സെന്ററാണ് തൃശ്ശൂരുള്ളത്. അതേ സമയത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും പോയ ഇതല്ല സിറ്റുവേഷൻ. അവിടെ കുട്ടികൾക്ക് നാണം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവർ പഠിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങും. അവർക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പേടിയില്ല. നമ്മുടെ പിള്ളേർക്ക് ആദ്യത്തെ പേടി അതാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. വീഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കളിയാക്കുമോ? ഇങ്ങനെ രാവിലെ വന്ന് ചീത്ത പറയാൻ വേണ്ടി വരില്ല. പക്ഷെ ചില സമയങ്ങളിൽ സാഹി കെട്ടർ പറയണത്, അല്ലെങ്കിൽ പറയില്ല, മനസ്സിലായില്ല? രാവിലേക്ക് അങ്ങനെ പറയണമെന്ന് ഒരാഗ്രഹമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 13 മിനിറ്റ് കൊണ്ടാണ് 25 പേര് ജോയിൻ ചെയ്തിട്ടുള്ളത്, മനസ്സിലായി? ഒരു ടൈം പോലും പ്രോപ്പർലി കയറാൻ പറ്റാത്ത കുട്ടികൾ. എനിവേ, ക്ലാസ് എടുക്കാം, പക്ഷെ ബിയോണ്ട് ക്ലാസ് നിങ്ങൾ ആലോചിക്കും ഇടലേ. നമുക്ക് നല്ല റാങ്ക് വരാൻ അവസാനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്നത്. ഒരു സ്ഥാപനത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്, അവിടെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം സഫയറിൽ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല എന്നുള്ളതൊന്നും എവിടെയും എഴുതി വെക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇങ്ങനെ ഒരു ടോക്കൺ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു രീതിയിൽ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ അനുസരിക്കുക, പറ്റില്ലെങ്കിൽ അനുസരിക്കണ്ട കേട്ടോ. ലാസ്റ്റ് ചെയ്ത ഏത് ക്വസ്റ്റൻ അറിയാമോ? ഗ്രാവിറ്റേഷൻ അല്ലേ ചെയ്തുകൊണ്ടിരുന്നേ? ലാസ്റ്റ് ചെയ്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് നിങ്ങളുടെ നോട്ടിലേക്ക് നോക്കാമോ? ആർക്കും അറിയില്ല? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? കാരണം വേറെയും ബാച്ചുകൾ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഏതാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. പ്ലീസ്. Tuesday. 10th ക്വസ്റ്റനോ? Sir. പാർവതി, അപ്പൊ ഇനി 11th ആണോ ചെയ്യണ്ടേ? Sir. 11th നമ്മൾ ചെയ്തില്ലേ? ഓക്കെ, 11th ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. Mass of Earth 6.246 into 10 raised to 24 kilogram and that of Moon is 7.4 into 10 raised to 22. Potential energy കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ എല്ലാവരും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ?
മൈനസ് ജി എം വൺ എം ടു ഡിവൈഡർ ബൈ ആർ അല്ലേ? ആറല്ലേ? ഇതിൽ M1 തന്നിട്ടുണ്ട്, ഈ M2 തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ ആറല്ലേ കാണേണ്ടത്? അപ്പൊ ആർ ഈസ് ഈക്വൽ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൈനസ് ജി M1 M2 ഡിവൈഡർ ബൈ യു. ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10⁻⁻11. M1ന്റെ വാല്യൂ 6 ഇൻറ്റു 10⁻24. M2ന്റെ വാല്യൂ 7.4 ഇൻറ്റു 10⁻22. ഓൾ ഡിവൈഡർ ബൈ യുവിന്റെ വാല്യൂ മൈനസ് 7.79 ഇൻറ്റു 10⁻28. അപ്രോക്സിമേറ്റ്ലി 7.4ഉം 7.79ഉം കൂടെ കട്ട് ചെയ്യാം. ഇപ്പൊ 6 ഇൻറ്റു 7 അല്ലെങ്കിൽ 6 ഇൻറ്റു 6 ഏകദേശം 36 ടൈംസ് 30 സംതിങ്. അപ്പൊ ഒന്നുകിൽ ആൻസർ എ ആണ് അല്ലെങ്കിൽ ബി ആണ്. ഇനി പവർ നോക്കിയാൽ മതി. അല്ലാതെ 7.4നെ കറക്റ്റ് 7.9 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അപ്രോക്സിമേറ്റ് ആൻസർ മതി. കാരണം 3.8ഉം 3.7 അടുത്തടുത്ത് കിടക്കുന്നുണ്ട്. മറ്റു രണ്ടെണ്ണം ഫാർ എപ്പാർട്ടാണ്. അപ്പൊ അത് രണ്ടും എല്ലാം ഉറപ്പായി. അപ്പൊ ആ രണ്ടെണ്ണത്തിൽ പിന്നെ എന്ത് നോക്കിയാൽ മതി? പവർ മാത്രം നോക്കിയാൽ മതി. ഏതാ ആൻസർ? ഓപ്ഷൻ എ. ഞാൻ ആ പ്രോബ്ലം ചെയ്യിപ്പിച്ചത് അതിൽ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ മതി, കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് സമയം കളയരുത്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്രോബ്ലം നമ്പർ 12. The escape speed of a body on the earth's surface is 11.2. A body is projected with twice the speed. Double speed ലാണ് എറിഞ്ഞത്. Speed of the body when it escapes from gravitational pull of earth. Speed of the body when it escapes from gravitational pull of earth. Escape speed of a body on the earth's surface is 11.2. Body is projected with thrice of the speed. The speed of the body when it escapes from the gravitational pull of earth. 3 ഇരട്ടി സ്പീഡിൽ എറിഞ്ഞു. എങ്ങനെ ചെയ്യും നോക്ക്. ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് എറിഞ്ഞ സ്പീഡ് തന്നിട്ടുണ്ട്. എത്ര സ്പീഡിലാണ് എറിഞ്ഞത്? V1 is equal to 3 times escape velocity. പോയി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ടു. ഔട്ട് ഓഫ് ഫീൽഡ് വിട്ടുപോയി. ആ സമയത്ത് ഇവിടെ എത്തുമ്പോഴുള്ള പുതിയ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 എന്ന് വിചാരിച്ചു. V2 ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ടുപോയുള്ള സ്പീഡ് V2. അങ്ങനെയാണെങ്കിൽ ആ V2 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ടുപോയാൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? പാർവതിയെ V2 ഈസ് ഈക്വൽ V1 പ്ലസ് U പ്ലസ് AT. ഈ ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? പാർവതി ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? Give me an yes or no. A body projected with a velocity 3 times escape velocity. When it leaves the gravitational field, what is the velocity of the body? I am asking like V2 is equal to V1 plus AT. Can we use that equation to find the final velocity? No, sir. Why? Uniform acceleration. Yes. In this case, the acceleration is not uniform. അതുകൊണ്ട് we can't use this equation to find the velocity. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇൻ സച്ച് കേസസ് വി ആർ മേക്കിംഗ് യൂസ് ഓഫ് എനർജി കൺസർവേഷൻ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. ഈ പ്രോബ്ലം ചെയ്യാൻ വി മസ്റ്റ് യൂസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. ആ എറിഞ്ഞ സമയത്തുള്ള കൈനറ്റിക് എനർജി ½ m × 3v all square. Kinetic energy to escape is equal to ½ m v square. That is equal to balance kinetic energy, ½ m v square. So kinetic energy of the body when it leaves the gravitational field is ½ m v square, ½ m v2 square. Here v2. ½ m v2 square is equal to kinetic energy given to the body minus kinetic energy to escape will give kinetic energy. So ½ m cancels. 9v square minus v square is equal to v2 square. So v2 square is equal to 8v square.
So V2 is equal to root 8 into VE. So V2 is equal root 2 is 2 root 2. 2 root 2 times 11.2. So V2 is equal 2 into 11.2, 22.4 into root 2. So answer 22.4 into root 2. അല്ലേ ജിഷ്ണു? Yes. സോ ഏത് കൺസർവേഷനെ യൂസ് ചെയ്യാവൂ? Energy conservation. എനർജി മെക്കാനിക്കൽ എനർജി കൺസർവേഷനെ ഉപയോഗിക്കാവൂ. ഈ പ്രോബ്ലം ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. A body projected with a velocity 3 times escape velocity. What is the velocity of the body when it leaves the gravitational field? Answer എന്താ? Root of 3 square minus 1 into 11.2, root 8. Quick card answer is Hamdan. A body projected with a velocity 10 times escape velocity. What is the velocity of the body when it leaves the gravitational field? Hamdan. 99 into Yes, root 99. 99 Root 99. Yes, root 99 into 11.2. Okay? Okay? Yes, sir. When answer 22.4 into root 2. Then problem number 14. A projectile is fired vertically upward from the surface of the earth with a velocity k times escape velocity. K times escape velocity. K times escape velocity. Where V is the escape velocity, k less than 1. Neglecting air resistance, maximum height to which it will rise. ഒരു ബോഡിയെ മുകളിലേക്ക് എറിഞ്ഞു, k ടൈംസ് എസ്കേപ്പ് വെലോസിറ്റിയിലാണ് എറിഞ്ഞത്. ആ ബോഡി മാക്സിമം എത്ര ഹൈറ്റ് വരെ പോകും, മാക്സിമം എത്ര ഹൈറ്റ് വരെ എത്തും? Surely one thing we can say like that's the as k is less than 1, the velocity given to the body is less than that of escape velocity, so that the body not able to escape. After reaching a maximum height, body returns back to earth. So you need to find the maximum height reached by the body. Measured from center of the earth. You need the height from the center of the earth. A body projected with a velocity V1 is equal to k times escape velocity, k less than 1. K less than 1 means the body not able to escape. Out of field, ഇത് ഔട്ട്സൈഡ് ഫീൽഡാണ്. ബോഡി ഒരു മാക്സിമം ഹൈറ്റ് വരെ പോയി തിരിച്ചു വന്നു. ഈ ഹൈറ്റ് h ആണ്, ഈ ഡിസ്റ്റൻസ് r ആണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R പ്ലസ് h എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ചില പ്രോബ്ലംസിൽ സർഫസ് എന്നുള്ള ഹൈറ്റാ പറയാം, ഇത് സെന്റർ എന്നുള്ള ഹൈറ്റാ ചോദിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്യാം, ഈ പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്യാം. ഈ ഹൈറ്റ് h ആണ്. ഇപ്പൊ നമുക്ക് ടോട്ടൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ബി. ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ബി. At A already minus G into M divided by capital R is the potential energy and half M into KVE all square is the kinetic energy we given. So at the point A, the body two type of energies, minus GMM by R is the potential energy, half into M into KVE square is the kinetic energy. When body reaches B, momentarily that body stop. ഒന്ന് സ്റ്റോപ്പ് ആവും. ആ സമയത്ത് ന്യൂ പൊട്ടൻഷ്യൽ എനർജി is minus GMM divided by small r. You want to find directly small r plus 0 because at that point we can assume the kinetic energy of the body is 0 because
momentarily that body comes to rest. So minus gmm by r plus half kv all square is the kinetic energy at the time of projection, and minus gmm by r plus 0 is the total energy when it reaches maximum height. Clear or no? Yes, sir. നിങ്ങളോട് ഈ സ്മോൾ ആർ ആ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ജി എം ഡിവൈഡർ ബൈ ആർ മൈനസ് ജി എം ഡിവൈഡർ ബൈ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വരും അല്ലേ? ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. എന്ത് കിട്ടും? കിട്ടിയോ? സ്മോൾ എം ക്യാൻസൽ ചെയ്യാം. minus 2gm by r plus k square v square is equal to minus 2gm divided by small r. Correct alle? K square v square is equal to 2g capital M by r minus 2g capital M by small r. Correct alle? K square v square is equal to 2gm common ആണ്, 1 by r minus 1 by small r. Correct alle? ആണോ? Yes. ഈ 2gm by r എന്ന് പറയുമ്പോൾ ആരാത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2gm by r അല്ലേ? അല്ലേ? സ്ക്വയർ കേട്ടോ. ഇപ്പൊ ഇവിടെ കെ സ്ക്വയർ തന്നെ, കെ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയറിന് പകരം വേണമെങ്കിൽ എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് 2gm by r കൊടുക്കാം നമുക്ക്. ഈസ് ഈക്വൽ ടു 2gm ഇൻറ്റു 1 by ക്യാപിറ്റൽ ആർ മൈനസ് 1 by സ്മോൾ ആർ. 2gm കട്ടാവും. ഇപ്പൊ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കറക്റ്റ് അല്ലേ? ക്യാപിറ്റൽ ആർ ഇൻറ്റു 1 by r minus 1 by small r. റീഅറേഞ്ച് ചെയ്ത ആൻസർ ആവും. കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ദ കോൺസെപ്റ്റ് ഈസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ടൈം ഓഫ് പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ മാക്സിമം ഹൈറ്റ്. ആണ് കോൺസെപ്റ്റ്. ഓക്കെ ഓക്കെ ആണോ? Yes, sir. ആൻസർ ഏതാ? പാർവതി, മനോജ്? Sir, option A. ഓപ്ഷൻ എ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ജെയ്ക്കും ചോദിക്കാം, നീറ്റിനും ചോദിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ പ്രോബ്ലത്തിലെ മെഷേർഡ് ഫ്രം സെന്റർ ഓഫ് ദ എർത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത്. ചില കേസിൽ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയും. ഇപ്പൊ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബി കെയർഫുൾ. നിങ്ങൾ ഈ വർഷത്തെ ജെയ്മെയിൻ എക്സാം കഴിയുമ്പോൾ പറയും, സാറേ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ വന്നു എന്ന് പറയും. ബെറ്റ് വെച്ചോ പറയും വീട്ടിൽ. Then problem number ഏതാ ചെയ്തേ? 15 ചെയ്ത 15.
A synchronous goes around Earth once in 24 hours. What is the radius of the orbit of synchronous satellite in terms of Earth's radius? Synchronous satellite. Synchronous means geostationary satellite. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ വേണം എങ്ങനെ പഠിക്കാം? H is equal to 36,000 കിലോമീറ്റർ അകലല്ലേ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങാം അല്ലേ? ആണോ? സ്മോൾ ആർ ഈസ് ഈക്വൽ R+H എന്നല്ലേ? ആണോ? ഇപ്പൊ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു കാരണം റേഡിയസ് ഓഫ് ദ എർത്ത്. What is the radius of the orbit? Radius of the orbit you want to find. Small r is equal to r plus 36,000 kilometer. So 6,400 plus 3,600. ഇത് r ആണെങ്കിൽ ഇത് ഏകദേശം 6r ആണ്. അപ്പൊ ഏകദേശം ആൻസർ 7r വരണം. 7r. ഇത് പഠിച്ചിട്ടുണ്ടോടാ? ഹൈറ്റ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ് ഞാൻ ഡിറൈവ് ചെയ്യണോ? വേണോ? Yes, sir. അറിയാമോ? അല്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. വേണം. ആരാ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്? ജിതിൻ. താങ്ക് യു. വായ പൊളിച്ച് പറഞ്ഞതിന് താങ്ക് യു കേട്ടോ. ഇതാണ് നമ്മുടെ എർത്ത്. എർത്തിന്റെ റേഡിയസ് r. അതിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്നു. ഒരു ബിഗ് ഓർബിറ്റിൽ കറങ്ങുന്നു. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 റെവല്യൂഷൻ 2πr. അറിയാം, ആകെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഒരു കറക്കം കറങ്ങുമ്പോൾ 2πr ബൈ വെലോസിറ്റി. സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഈസ് റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ r. സോ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 2π ഇൻറ്റു റൂട്ട് ഓഫ് r³ ഡിവൈഡഡ് ബൈ gm. പഠിച്ചിട്ടുണ്ടോടാ? ഉണ്ടോ? Yes, sir. Yes, sir. So t square is equal to 4π square into r³ divided by gm. So r³ is equal to gm t square divided by 4π square. So r is equal to cube root of gm t square divided by 4π square. So r is equal to r plus h. So r plus h is equal to gm t square by 4π square all raised to 1/3. H is equal to gm t square divided by 4π square all raised to 1/3 minus r. ഇതാണ് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ. On substituting h is equal to 6.67 into 10 raised to minus 11 into m. Mass of the earth is 6.4. എർത്തിന്റെ മാസ് 6 into 10 raised to 24 into t 24 into 60 into 60. Geosynchronous ആയതുകൊണ്ട് ടൈം പീരീഡ് വിൽ ബി 24 into 60 into 60 by 4 into 3.14 square minus r 6.4 into 10 raised to 6. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 36,000 കിലോമീറ്റർ എന്ന് കിട്ടും. ഇറ്റ് ഈസ് നിയർലി 6 times r, 6 times earth radius. So you want to find the small r here. Yeah, small r agande. Small r is equal to r plus h. So small r is equal to r plus 6r. That is equal to 7r. 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 So geostationary satellite mean time taken by the planet to complete one revolution around Earth is exactly same as
time taken by Earth to complete one rotation about its own axis. എന്നാലേ ആൾവേസ് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും. സോ വി ഫീൽ ആൾവേസ് ദ geostationary satellite is above our Earth, our head. It means the time period of the satellite is exactly same as that of time period of the planet about its own axis. In case of Earth, for a satellite to be geostationary, the time period should be 24 hours because time taken by Earth to complete one revolution about its own axis is 24 hours. So substituting for time period as 24 hours, we will get 36,000 kilometers. This is approximately 6 times Earth radius. So what will be the total distance from the center of the Earth? 7 times Earth radius. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി ആവണമെങ്കിൽ എർത്തിന്റെ റേഡിയസ് 6 ആണെങ്കിൽ 7 ടൈംസ് എർത്തിന്റെ സെന്ററിൽ നിന്ന് 7 ടൈംസ് എർത്ത് റേഡിയസിൽ കറങ്ങിയാൽ മാത്രമേ അവൻ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആയിട്ട് മാറൂ. ബൈഹാർട്ട് ചെയ്തോ, എനിക്കിതിന്റെ ആൻസർ കാണാൻ അറിയാം. ഓക്കെ ആണോ? ജിതിനെ ക്ലിയർ ആയോ? Yes, sir. ഇത്രയും കാര്യങ്ങൾ നിനക്ക് എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുമോ? ഇല്ല സർ. So you should by heart. Height of a geostationary satellite from the Earth's surface is 36,000 kilometer. It is approximately 6 times Earth radius. We need to find the distance between center of the Earth and the satellite. So it is 7 times R because from the surface 6 R plus additional R, total 7 R. Clear or no? Yes, sir. ഡീറ്റെയിൽഡ് സൊല്യൂഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കാം കേട്ടോ. ദെൻ പ്രോബ്ലം നമ്പർ 15 കഴിഞ്ഞാൽ 16. ആക്ച്വലി ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ ആ. പ്രോബ്ലം നമ്പർ 12 തന്നെയാണ് അത്. 12 അല്ല 14 ആണ്. ഒന്ന് ക്വിക്കായിട്ട് ചെയ്തേ. A rocket is fired vertically from the surface of the Earth with a speed v. എടാ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിന് ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്? 6.6 അറിയല്ലേ? A rocket is fired vertically from the surface of the Earth with a speed v. How far from the Earth's surface rocket go before returning to Earth? ചെയ്തോ, എല്ലാവരും ചെയ്തോ. A rocket is fired vertically from the surface of the Earth with a speed v. How far from the Earth does the rocket before returning to the Earth? R is the radius of the Earth and G is the acceleration due to gravity. ആർക്കെങ്കിലും കിട്ടിയോ? സെയിം എനർജി കൺസർവേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ബോഡിയെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു, പോയി ഒരു മാക്സിമം ഹൈറ്റ് വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ കേട്ടോ. സൈഡിലോട്ട് ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് എറിഞ്ഞ സ്പീഡ് തന്നിട്ടുണ്ട്, ഒരു ഹൈറ്റ് വരെ പോയി സ്റ്റോപ്പായി. How far from the Earth does the rocket go before returning to Earth? At the time of projection, kinetic energy half mv² കൊടുത്തു, plus already minus gm divided by r ഉണ്ട്. That is equal to, when it reaches a maximum height, the entire kinetic energy converted to potential energy. So 0 plus minus gm divided by r plus h. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ്.
എറിഞ്ഞ സമയത്തുള്ള കൈനറ്റിക് എനർജി പ്ലസ് എറിഞ്ഞ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇപ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ കൈനറ്റിക് എനർജി ഇല്ല. അറ്റ് ദ മാക്സിമം ഹൈറ്റ് ദ ബോഡി പോസസ് ഓൺലി പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ടാണ് ഇവിടെ ഈ കൈനറ്റിക് എനർജി സീറോ ആക്കിയത്. ഈ കൈനറ്റിക് എനർജി മുഴുവൻ എന്തായി മാറി? സീറോ ആയി മാറി. കാരണം ആ കൈനറ്റിക് എനർജി കൂടെ പൊട്ടൻഷ്യൽ എനർജി ആയിപ്പോയി. ഇതേ ടൈപ്പ് ക്വസ്റ്റൻ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിക്കുന്നില്ല. ആൻസർ ഏതാണെന്ന് അറിയാമോ? 16 സി ആണ്. 17 പ്രോബ്ലം നമ്പർ 17 സിമ്പിൾ ക്വസ്റ്റൻ. പെട്ടെന്ന് ചെയ്തോ. 17 satellite of mass m in a circular orbit of radius 2 re about the earth. Energy required to transfer it to a circular orbit of radius 4 re. Energy required, total energy required. Total energy കാണാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് ജി എം എം ഡിവൈഡർ ബൈ 2r എന്നല്ലേ? അല്ലേ? അപ്പോ ഇനീഷ്യലി ഉണ്ടായിരുന്ന എനർജി എന്ന് പറയുമ്പോൾ മൈനസ് ജി എം എം ഡിവൈഡർ ബൈ 2 ഇൻറ്റു initially the radius 2re, so 2 into 2re. Final energy is minus gmm divided by 2 times new radius is 4re, so 2 times 4r. You want to find the energy required to transfer, so you find the energy in both the orbits, then you find the difference. So our answer, like the energy difference is equal to, you find E2 minus E1. Final energy minus initial energy will give the answer. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോടാ? Option C. ഓപ്ഷൻ സി ആണോ? 17ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നോക്കാം. ബി അല്ലേ? ബി ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് അവർക്ക് മിസ്റ്റേക്ക് ആയി പോയതായിരിക്കും. അവർ എന്ത് ചെയ്തു? ഇൻഫിനിറ്റിയിലേക്ക് പോയിന്നാ കൊടുത്തു. ഇൻഫിനിറ്റി അല്ലല്ലോ പറഞ്ഞേ. ടു ആറിന്ന് 4re കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അപ്പോ നിങ്ങളുടെ തന്നെ ആയിരിക്കും കറക്റ്റ്. The next question, problem number 18. An asteroid of mass m approaching Earth, initially at a distance 10 re with a speed v1. It hits the Earth with a speed vf. ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? ഇതാണ് എർത്ത്. ഒരു ആസ്ട്രോയിഡ് എവിടുന്ന് വരുന്നു. Initial speed is v1, vi. Final speed is on hitting the ground. The speed is vf. So again we can use mechanical energy conservation. Half m v1 square plus 0. Not 0. It is falling from a height 10 re. So minus gmm divided by 10 re. That is equal to, on hitting the ground, the final kinetic energy is half m vf square plus minus gmm divided by re.
On hitting the ground, the potential energy is minus gmm by re. So, kinetic energy plus potential energy at this height is equal to kinetic energy plus potential energy on the earth surface. അത്രയുള്ള കോൺസെപ്റ്റ്. ടോട്ടൽ എനർജി കൺസർവേഷൻ, മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നയൻറ്റീൻ എന്നെല്ലാവരും ചെയ്തേ. ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാമോ? ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ. അതേ റിലേഷൻഷിപ്പ് തന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും പോസിബിൾ ആണ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ? E is equal to minus dV by dr എന്നല്ലേ ഇവിടുത്തെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. E is equal to V by R. അപ്പൊ V ആ കാണേണ്ടത്. V is equal to E into R. കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. E is equal minus V by R ആണ്. അതുകൊണ്ട് ഈ പുട്ടെ മൈനസ് ആയിട്ട് ഏതാ ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കൊരു ജെയ് അഡ്വാൻസ്ഡ് ഒക്കെ എഴുതാൻ പോകുന്നവർക്കും ജെയ് മെയിൻസ് എഴുതുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. എ നോൺ ഹോമോജീനിയസ് സ്ഫിയർ. നമ്മൾ എർത്തിനെ ഒരു ഹോമോജീനിയസ് സ്ഫിയർ ആയിട്ട് എടുക്കാറുള്ളത്. ഇതൊരു നോൺ ഹോമോജീനിയസ് സ്ഫിയർ ആണ്. റേഡിയസ് ആർ ഹാസ് ദ ഫോളോയിങ് ഡെൻസിറ്റി വേരിയേഷൻ. റോ ഈക്വൽ ടു റോ സീറോ ഫോർ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു r/3. r/3 റേഡിയസ് വരെ ഡെൻസിറ്റി റോ സീറോ. Equal to 1/2 rho 0 between r/3 and 3r/4 and 1/8 rho 0 from 3r/4 to capital R. അപ്പൊ 3 ലെയർ പോലെ. r/3 റേഡിയസ് വരെ ഒരു ഡെൻസിറ്റിയാണ്. r/3 റേഡിയസ് വരെയുള്ള ഡെൻസിറ്റി റോ ഈക്വൽ ടു റോ സീറോ. പിന്നെ അങ്ങോട്ട് വേറൊരു ഡെൻസിറ്റിയാണ്. ഈ പോർഷൻ ഉണ്ടല്ലോ, ന്യൂ പോർഷന്റെ ഡെൻസിറ്റി വേറെ. പിന്നെ വേറൊരു ഡെൻസിറ്റിയാണ്. മൂന്ന് പാർട്ടായിട്ടാണ്. ഈ ഒരു പോർഷന്റെ ഡെൻസിറ്റി റോ 0/2, ഈ ഒരു പോർഷന്റെ ഡെൻസിറ്റി റോ 0/2, റോ 0/8, ഉൾഭാഗത്തിന്റെ റോ 0. അങ്ങനെ 3 പാർട്ടായിട്ടാണ് വരുന്നത്. The gravitational field at a distance 2r from the center of the sphere. That's the question. It's a very, very important question. This type of question. 3 കേസിലെ ഡെൻസിറ്റി വേറെ വേറെ കാണണം. The gravitational field at a distance 2r from the center of the earth is no doubt
it is g into m divided by 2r whole square, where m is the mass of the all sphere. മൊത്തം സ്ഫിയറിൻ്റെ മാസമാണ്. ആ മാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും മാസം കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ 3 പാർട്ടായിട്ട് ചെയ്താൽ മതി. ആദ്യത്തെ ഡെൻസിറ്റി 4/3 പൈ ഇൻറ്റു r/3 ഹോൾ സ്ക്വയർ ഇൻറ്റു റോ 0. രണ്ടാമത്തത് വോളിയം ഡിഫറൻസ് ഇൻറ്റു ഡെൻസിറ്റി. മൂന്നാമത്തെ വോളിയം ഡിഫറൻസ് ഇൻറ്റു ഡെൻസിറ്റി. അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് മച്ച് എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആവും. അപ്പോൾ എല്ലാവരും ക്വിറ്റ് ആവുന്നതിന് മുന്നേ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 51 മെമ്പേഴ്സ് ഉണ്ട്. ഉള്ളവരോട് പറയാണ്, പലരും ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി പോവാണ്. PSK സാർ എഴുന്നേറ്റോ എന്ന് അറിയാൻ വേണ്ടി വരുന്നതാണ് ചിലർ. ഞാൻ നേരത്തെ കാണിച്ചൊരു സ്ട്രാറ്റജി എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരാൻ പറ. പാരൻസും കൂടെ ഒന്ന് കേൾക്കട്ടെ. കാര്യം ഇതാണ്, ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. നമുക്കും ഇത് പോസിബിൾ ആണോ എന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. 1, 2, 3 കുട്ടികളൊന്നും അല്ല, കംപ്ലീറ്റ് കുട്ടികളാണ് എഴുന്നേറ്റ് പോകുന്നത്. രാവിലെ 4 മണിയാണ് സമയം. 4:30 അവർ ഓഫീസിലെത്തണം. 4:30 എത്തിയ 5 മണി അരമണിക്കൂർ അവർക്ക് ഇരുന്ന് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കാം. ഇനി ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത മൺഡേ ഞാൻ കോട്ടയം പോകുന്നുണ്ട്, രാജസ്ഥാൻ കോട്ടയിലേക്ക് പോകുന്നുണ്ട്. ആരെങ്കിലും എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ 1 ഡേ വിസിറ്റ്, ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരും. എനിക്കവിടെ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി പോകണത്. ഉണ്ടെങ്കിൽ കൂടെ വരികയാണെങ്കിൽ പോരെ, ഞാൻ കാണിച്ചു തരാം. കാരണം പലരും പറയാറുണ്ട് മലയാളി പിള്ളേർക്ക് നടക്കാത്ത കാര്യം വെറുതെ എക്സാജറേറ്റഡാന്ന് പറയാം. അല്ല മക്കളെ, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാലും ആന്ധ്രയിൽ പോയാലും കർണാടകയിൽ പോയാലും എല്ലാ സംസ്ഥാനങ്ങളിലും കാണാം. ഇത് സംഭവിക്കാത്ത ഒരേ ഒരു നാടേ ഉള്ളത് കേരളമാണ്. കേരളത്തിൽ എന്ത് മതി ചോദിച്ചു കഴിഞ്ഞാൽ വല്ല ഫിലിം ഡാൻസോ സിനിമാറ്റിക് ഡാൻസോ ഒരു സ്റ്റേജ് വെച്ചാൽ അതിന് മുകളിൽ കുത്തിമറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു നാടുള്ളൂ കേട്ടോ, സത്യമായിട്ടും ഒരു നാടുള്ളൂ. എന്നാൽ മലയാളി പിള്ളേർ മോശമാണോ? ഒരിക്കലും അല്ല. കാരണം മിടുക്കരായ പിള്ളേർ കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാവും, അവരോട് ഉണ്ടാവില്ലേ. ഇപ്പം നിങ്ങൾ പുതുതായി വന്ന ഒരു ഫിസിക്സ് ടീച്ചർ ഉണ്ടല്ലോ, താടി വെച്ചിട്ട് സാറുണ്ടല്ലോ ഇവിടെ തൃശ്ശൂർ ബ്രാഞ്ചിൽ. അയാൾ നേരത്തെ ആന്ധ്രയിലെ ടീച്ചറായിരുന്നു, ആന്ധ്ര. ആളോട് ചോദിച്ചു നോക്ക്, ആളോട് പറയണം മലയാളി ഗേൾസ് ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട് ഹൈദരാബാദിൽ. കേരള ഗേൾസ് ബാച്ച് ഹൈദരാബാദിൽ. അതായത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ പോയി പഠിക്കുന്ന 60 കുട്ടികളുള്ള ബാച്ച്. ഒരു സ്ഥാപനം പറയണ കേട്ടോ. ഇങ്ങനെ ഹൈദരാബാദിൽ 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ഈ 100 കണക്കിന് സ്ഥാപനങ്ങളിൽ മലയാളി പിള്ളേരാണ് ഒരുപാട് പഠിക്കുന്നത്. ബിക്കോസ് ദേ നോ എവിടെ പോയി പഠിക്കണം. പിന്നെ ബ്രില്യൻ്റ് പോയി പഠിക്കും, കുറേ പിള്ളേർ ബ്രില്യൻ്റിൽ പോയി പഠിക്കുന്നത്. ഇപ്പം ഞാൻ സമയം കളയാൻ വേണ്ടി പറയണതല്ല, സീരിയസ്ലി പറയണ്ട കുഞ്ഞുങ്ങളെ. ഇനിയുള്ള ദിവസങ്ങളെങ്കിൽ നിങ്ങൾ ജെയ് മെയിൻ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഗിയർ ചേഞ്ച് ആക്ക്. നമുക്ക് അടുത്ത ദിവസം തൊട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുധനാഴ്ച തൊട്ട് തുടങ്ങാം. തൃശ്ശൂർ ബ്രാഞ്ചിലെയും അതുപോലെ തന്നെ മലപ്പുറം ബ്രാഞ്ചിലും നമുക്ക് ഇമ്മീഡിയറ്റ് തുടങ്ങാം. ആലുവയിൽ നമ്മൾ നോക്കുന്നുണ്ട്, പറ്റുമോ നോക്കുന്നുണ്ട്. ആലുവയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് വിചാരിക്കുന്നത്. തൃശ്ശൂർ ബ്രാഞ്ചിൽ റെഡിയായവരെന്ന് കൈ പൊന്തിക്കാമോ? രാവിലെ 5 മണിക്ക് നമ്മൾ മോഡൽ എക്സാം തുടങ്ങിയാൽ അത് വന്ന് എഴുതാൻ റെഡി ആയിട്ടുള്ളവരെന്ന് കൈ പൊന്തിക്കാമോ? ആൾട്ടർനേറ്റ് ഡേയ്സിൽ, എല്ലാ ദിവസവും വേണ്ട, ബുധൻ വെള്ളി അങ്ങനെ പോവാം. 5 മണി അലാറം വെച്ച് എഴുന്നേൽപ്പിക്കുന്ന കാര്യം ഞാൻ ചെയ്തുതരാം. വാണനെ കൊണ്ട് എഴുന്നേൽപ്പിക്കാം. നേഹ റെഡിയാണ്, AR ലക്ഷ്മി റെഡിയാണ്, ദേവപ്രഭ റെഡിയാണ്, ഗണേഷ് റെഡിയാണ്, പാർവതി രഞ്ജിത്തിനെ രാവിലെ 5 മണി നമുക്ക് കൊണ്ടാക്കി തരും. ഇവിടെ കൊണ്ടുവന്നാക്കി തരുന്നതാണ്, അറിയില്ല, ചോദിച്ചിട്ടില്ല. അച്ഛൻ്റെ വീട്ടിലുണ്ടാ? അച്ഛൻ വീട്ടില് ഉണ്ട്. അച്ഛനോട് 5 മണിക്ക് കൊണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ. 5 പേരെ ആകെ റെഡി ആയിട്ടുള്ളൂ. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഹോസ്റ്റലിലുള്ള പിള്ളേരെ ഞാൻ എല്ലാറ്റിനെയും നീപ്പിക്കും. നിങ്ങൾ കണ്ടോ? ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാന്നേ. പൊളിയട്ടെ. താങ്ക് യു, ബൈ.